നമസ്കാരം. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുതിയ വഴിത്തിരിവ്. ഹൈക്കോടതിയുടെ അനുമതിയോടെ പന്തീരങ്കാവ് തെക്കേവള്ളിക്കുന്ന് സ്വദേശി രാഹുലും ഭാര്യ എറണാകുളം നൊച്ചിത്തറ സ്വദേശിയായ യുവതിയും ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. രാഹുൽ ഭാര്യയെ വീണ്ടും മർദ്ദിച്ചെന്നാണ് പരാതി. നിലവിൽ യുവതിയുടെ പരാതിയിൽ രാഹുലിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞാണ് രാഹുൽ മർദ്ദിച്ചതെന്ന് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചത്. തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചു. മർദ്ദനത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം രാഹുൽ മുങ്ങി. ആദ്യം പരാതി നൽകാൻ യുവതി തയ്യാറായില്ല. പറവൂരിൽ നിന്ന് മാതാപിതാക്കൾ എത്തി പോലീസുമായി സംസാരിച്ച ശേഷമാണ് യുവതി പരാതി നൽകിയത്. പരാതിയിൽ രാഹുലിനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചുണ്ടിനും ഇടത്തെ കണ്ണിനും മുറിവുമായാണ് യുവതി ആശുപത്രിയിലെത്തിയത്. ആശുപത്രി അധികൃതരാണ് പോലീസിൽ വിവരമറിയിച്ചതും. പന്തീരങ്കാവ് ഇൻസ്പെക്ടറും വനിതാ SIയും ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. പരാതി ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നീട് യുവതിയുടെ മാതാപിതാക്കൾ എത്തിയതോടെയാണ് പരാതി നൽകിയത്. രാഹുൽ ക്രൂരനാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. ശവത്തിൽ കുത്തുന്നത് പോലെയാണ് പെരുമാറ്റം. മകളെ ഭീഷണിപ്പെടുത്തിയാണ് രാഹുൽ കൊണ്ടുപോയത്. തേനെ പാലെ മോളെ എന്നൊക്കെ പറഞ്ഞ് മകളെ വശത്താക്കി കസ്റ്റഡിയിലാക്കി. മകൾ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞതെല്ലാം എഴുതി കൊടുത്തതാണ്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ രക്ഷപ്പെടാൻ പാടില്ല, ശിക്ഷിക്കപ്പെടണമെന്നും പിതാവ് പറഞ്ഞു. നേരത്തെ രാഹുൽ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ പരാതിയിൽ രാഹുൽ ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കേസെടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ ജർമ്മനിയിൽ ജോലിയുണ്ടായിരുന്ന രാഹുൽ വിദേശത്തേക്ക് കടന്നു. സിംഗപ്പൂർ വഴിയാണ് ജർമ്മനിയിലേക്ക് പോയത്. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മാതാപിതാക്കളുടെ നിർബന്ധം മൂലമാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നും പരാതി വ്യാജമാണെന്നും അറിയിച്ച് യുവതി രംഗത്തെത്തി. തുടർന്ന് ഹൈക്കോടതിയിൽ വിഷയമെത്തിയപ്പോൾ ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇരുവരും അറിയിച്ചു. ഇതേ തുടർന്ന് കേസ് റദ്ദാക്കിയ കോടതി ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയായിരുന്നു. അതിനിടെ ഹൈക്കോടതി റദ്ദാക്കിയ കേസ് പുനരന്വേഷണം നടത്താനുള്ള സാധ്യത തേടി പോലീസ്. മേലുദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും നിയമവശം പരിശോധിച്ചു വരികയാണെന്നും പന്തീരങ്കാവ് ഇൻസ്പെക്ടർ ബിജുകുമാർ പറഞ്ഞു. ഭീഷണിയെ തുടർന്നാണ് കേസ് ഒത്തുതീർപ്പിന് തയ്യാറായതെന്ന് പെൺകുട്ടിയും കുടുംബവും വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ പഴയ കേസുകൾ വീണ്ടും ചുമത്താനാകുമെന്നാണ് പോലീസ് കരുതുന്നത്.